നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ ഓക്കെ അല്ലേ? Okay. In last class, we were discussing regarding different machine independent loader features. You have to write machine independent loader feature. Then we start with the automatic library search. What is the concept of automatic library search? Anubham ഒന്ന് പറഞ്ഞേ, what is automatic library search? Automatic library search. വൈഷ്ണവിക്ക് മൈക്കിലൊന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്? ഓക്കെ, നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ അൺഡിഫൈൻഡ് ആയിട്ടുള്ള റെഫറൻസ് ഉണ്ടാവും. ദാറ്റ് വി ആർ പ്ലേസിംഗ് ഇൻ എക്സ്റ്റേണൽ ടേബിൾ, എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ, ESTAB. ഓക്കെ, ദെൻ ലോഡിംഗ് ടൈമിൽ സോൾവ് ചെയ്യാത്ത എക്സ്റ്റേണൽ റെഫറൻസിന് ഡിഫറെൻറ്റ് ലൈബ്രറീസ് നിന്നാണ് നമ്മൾ ലോഡർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. സോ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് ഇസ് എ മെഷീൻ ഇൻഡിപെൻഡന്റ് ലോഡർ ഫീച്ചർ. Machine independent loader feature. Now we are going to discuss different loader options. ലോഡർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് ഓപ്ഷൻസ് ആണ് ലോഡർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻ മെഷീൻ ഇൻഡിപെൻഡന്റ് ലോഡർ ഫീച്ചറിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ അവിടെ എഴുതിയേക്കാം, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ലോഡർ ഓപ്ഷൻസ്. സീരീസിന് ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ലോഡർ ഓപ്ഷൻ. ഇറ്റ്സ് ഓൾസോ എ മെഷീൻ ഇൻഡിപെൻഡന്റ് ലോഡർ ഫീച്ചർ. ഓക്കെ, അപ്പം ലോഡറിന് കുറച്ച് കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാമിന്റെ പാർട്ടായിട്ടാണ് നമ്മൾ ലോഡർ ഓപ്ഷൻസ് എഴുതുന്നത്. പ്രോഗ്രാമേഴ്സ് റൈറ്റിംഗ് സം കമാൻഡ്സ് ഇൻ യൂസർ പ്രോഗ്രാം. ഇനി എന്തൊക്കെയാണ് ആ കമാൻഡ്സ് എന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് കമാൻഡ് യു ക്യാൻ സി, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂഡ്. ഫസ്റ്റ് കമാൻഡ് ഈസ് ഇൻക്ലൂഡ്. Okay, there we have include for syntax for include command. Include the keyword, then we have to mention the program name, and we have to mention from which library. Which library? You can write one example for library is utlib. Utlib, sorry. UTLIB, utlib, utility library. Here you can see utlib. So we are including one program from one library. This is the syntax. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. Then next loader option is delete. You have to write one command, delete, along with the parameter is control section name. Parameter is control section name. Next line you have to write delete space CSECT colon name, CSECT colon name, which means control section name, and write one sentence. This command instruct the loader to delete the named control section. This command instruct the loader to delete the named control section. Okay, for the latecomers, I am saying we are discussing the different loader independent features. There we have different loader options. Include നമ്മൾ ഡിസ്കസ് ചെയ്തു. Now we are discussing delete. ഒരു കൺട്രോൾ സെക്ഷനെ എൻ്റയർ ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, in our previous example, we have 3 different control section. One main program is there, then read record. I am writing RDREC, then write record, WRREC. ഇങ്ങനെ ഉണ്ടെന്ന് കരുതാം. സപ്പോസ് വി നീഡ് ടു ഡിലീറ്റ് ദിസ് റീഡ് റെക്കോർഡ് ഫംഗ്ഷൻ. കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ആവണമെങ്കിൽ ജസ്റ്റ് വി നീഡ് ടു റൈറ്റ് ഡിലീറ്റ് കൺട്രോൾ സെക്ഷൻ നെയിം. അപ്പം ആ ഒരു കൺട്രോൾ സെക്ഷൻ എൻ്റയർ ആയിട്ട് പ്രോഗ്രാമിൽ നിന്ന് ഡിലീറ്റ് ആവും.
ലോഡർ അതിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യില്ല. മെമ്മറി വേസ്റ്റേജ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ദാറ്റ്സ് റിഗാർഡിംഗ് ഡിലീറ്റ്. Then next loader options or loader support provided is change. You have to write next command change. Change space name1 name2 is the syntax. Change space name1 comma name2 is the syntax. Okay, then we have one definition hyphen data used to change external symbol name1 to name2. Used to change external symbol name1. Name1 നമ്മൾ എന്താക്കുന്നു? We are changing it into name2. ഓക്കെ, ഇനി ഇതിന്റെ പർപ്പസ് എന്താണെന്ന് പറയാം. സപ്പോസ് നമ്മുടെ കയ്യിലൊരു ഫംഗ്ഷൻ നെയിം ഉണ്ടെന്ന് കരുതുക. റീഡ് റെക്കോർഡ് എന്നാണ് ഫംഗ്ഷൻ. ഇത് എൻ്റയർ എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. നമ്മുടെ കയ്യിൽ പ്രീവിയസ് ആയിട്ടുള്ള എക്സാമ്പിൾ വി ഹാവ് 3 different functions starting from one main program. Then another one is RDREC. RDREC is the another control section. WRREC the third control section. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നായിരുന്നു. അപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഓർത്ത് നോക്കിയേ. മെയിൻ പ്രോഗ്രാമിൽ നമ്മൾ RDREC പ്രൊസീജിയറിനെ കോൾ ചെയ്യും. ഈ പ്രൊസീജിയർ എന്ത് ചെയ്യുന്നു? ഒരു ബഫറിലേക്ക് കുറെ ഡാറ്റനെ റീഡ് ചെയ്തെടുക്കും. ദെൻ റൈറ്റ് റെക്കോർഡ് ഫംഗ്ഷൻ ഈ ഡാറ്റനെ ബഫറിൽ നിന്ന് പ്രിന്റ് ചെയ്യും. ഇതാണ് നമ്മൾ റീഡ് റെക്കോർഡും റൈറ്റ് റെക്കോർഡും ഉപയോഗിച്ചിട്ട് പെർഫോം ചെയ്ത ടാസ്ക്. നമ്മൾ റീഡ് റെക്കോർഡിന് വേണ്ടി കുറെ മെമ്മറിയും കുറെ ഇൻസ്ട്രക്ഷനും ഒക്കെ വേസ്റ്റ് ചെയ്തു. റൈറ്റ് റെക്കോർഡിന് വേണ്ടിയും കുറെ മെമ്മറിയും കുറെ ഇൻസ്ട്രക്ഷനും യൂസ് ചെയ്തു. ഈ പറയുന്ന കാര്യം ക്ലിയർ അല്ലേ? നിവേദ്യ, രോഹിത്. In our previous program, we have 3 control section: main, read record, write record. അപ്പോൾ നിങ്ങൾ ഓർക്കാം, RDREC is a function consists of different executable statement. Similarly, write record is also another function similar to a function consists of different executable statement. ക്ലിയർ ആവുന്നില്ല ഞാൻ പറയുന്നത്? ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. മിഥുൻ, ഐശ്വര്യ, അഖിൽ കെ. ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാം. അമൽ രവീന്ദ്രൻ, അനുപമ, ജെറീഷ്. ഓക്കെ അമൽ, താങ്ക് യു. അപ്പൊ നിങ്ങൾ, ഞാൻ പറയാൻ പോകുന്ന ഇതാണ്. RDREC ഫംഗ്ഷൻ നമ്മൾ അതിനെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വെച്ച് പറഞ്ഞു. ഇനി നമ്മുടെ യൂട്ടിലിറ്റി ലൈബ്രറിയിൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ടെന്ന് കരുതുക. എന്താ പറഞ്ഞത്? നമ്മുടെ യൂട്ടിലിറ്റി ലൈബ്രറിയിൽ ഡാറ്റേനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ടെന്ന് കരുതുക. അങ്ങനെ ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്താൽ പോരെ. നമ്മൾ എന്തിനാണ് ഇത്രയും ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ട് മെമ്മറി വേസ്റ്റ് ചെയ്യുന്നത്? ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഈ ലോഡർ ഓപ്ഷനിൽ മനസ്സിലാക്കുന്നത്. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. RDREC യൂസർ എഴുതിയ പ്രോഗ്രാമാണ് ഇൻ ഓർഡർ ടു റീഡ് എ ഡാറ്റ. WRREC another program written by user to write a data. Okay, and I'm saying all these functionalities are available in utility library. There we have read function, there we have write function. ഇതുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻക്ലൂഡ് ചെയ്താൽ മതി. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഡ് എഴുതണ്ട. So here you can see here we are including read function or you read, it is a program name, read functionality from utility library. Similarly, we are including write functionality from utility library. And we are deleting our RDREC and WRREC. All these are written by programmer. Memory waste വേണ്ട. അത് കരുതി നമ്മൾ എന്ത് ചെയ്യുന്നു? We are deleting RDREC and WRREC. Then we are changing RDREC to read. This read is a program from utility library. Then we are changing our previous write record function into write. Write is another function from utility library. So this is the advantages of using different loader options.
ക്ലിയർ? ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞിട്ട് നെക്സ്റ്റ് പറയാം. യെസ് അമൽ, താങ്ക് യു. ദെൻ മനസ്സിലായ ഒരാൾ 2-3 ആൾക്കാർ റെസ്പോണ്ട് ചെയ്തേ. ഒന്നുകൂടി പറയാം. ആദിത്യ, അമൽ, ആരോമൽ, അരുന്ധത്, ആരുമില്ല. ഓക്കെ, പിന്നെ ഇത്രേ പറയുന്നുള്ളൂ. വി ആർ ഡിസ്കസിങ് ഡിഫറെന്റ് ലോഡർ ഓപ്ഷൻസ്. ദർ വി ഹാവ് ഡിഫറെന്റ് കമാൻഡ്സ്. ഈ കമാൻഡ്സ് ഒക്കെ നമ്മൾ പ്രോഗ്രാമിലാണ് എഴുതുന്നത്. ദെൻ വൈ വി ആർ യൂസിങ് ഓൾ ദീസ് കമാൻഡ്സ്, അതാണ് പറയുന്നത്. സപ്പോസ് വി ആർ ഹാവിങ് ഡിഫറെന്റ് ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള പ്രോഗ്രാമിൽ നമുക്ക് മെയിൻ RDREC ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. WRREC വാസ് അനദർ ഫംഗ്ഷൻ. RDREC ഡാറ്റ റീഡ് ചെയ്യാൻ, ദെൻ WRREC റൈറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആയിരുന്നു. അതിന് ഇറ്റ്സ് ഓൺ ഇൻസ്ട്രക്ഷനും മെമ്മറി സ്പേസും ഒക്കെ വേണം. അതും നമുക്കറിയാം. ഓക്കെ, ഇനി പറയുകയാണ് റീഡ് ചെയ്യാനുള്ള പ്രോഗ്രാം അവൈലബിൾ ഇൻ എ ലൈബ്രറി യൂട്ടിലിബ്. റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും യൂട്ടിലിബിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് RDREC എഴുതിയിട്ട് അത്രയും സ്പേസ് കളയുന്നത്? വി ഹാവ് ടു ജസ്റ്റ് ഇൻക്ലൂഡ് റീഡ് ഫ്രം യൂട്ടിലിറ്റി ലൈബ്രറി, ഇൻക്ലൂഡ് റൈറ്റ് ഫ്രം യൂട്ടിലിറ്റി ലൈബ്രറി, and we are deleting our previous control section RDREC and WRREC. Similarly, we are changing RDREC to read and WRREC to write. This is the option provided by our loader. Clear? ഇനി ഒന്ന് യെസ് പറഞ്ഞു എല്ലാവരും. ആരുമില്ല? അർപ്പിത്, നബീൽ, റാസി, നിവേദ്യ. Okay. Then next command that you have to write, library space mylib. I'm saying about this library space mylib. Library space mylib. Next line is this command allow the user to specify alternative libraries to be searched. Alternate libraries to be searched. Alternate library to be searched. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇൻ ഫസ്റ്റ് ലൈൻ വി ആർ ഇൻക്ലൂഡിങ് പ്രോഗ്രാം പാർട്ട്. ദർ വി ആർ യൂസിങ് ഇൻക്ലൂഡ്. അപ്പം ഇത്രയും പ്രോഗ്രാം പാർട്ടൊക്കെ നമ്മുടെ പാർട്ടിൽ വന്നിട്ടുണ്ട്. ദെൻ ഹിയർ യു ക്യാൻ സി ലൈബ്രറി സ്പേസ് മൈലിബ്. ഇത് മീൻ ചെയ്യുന്നത് എന്താ? നമ്മുടെ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിൽ എന്തെങ്കിലും റെഫറൻസ് റിമെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ സോൾവ് ചെയ്യാൻ പറ്റാതെ ഉണ്ടെങ്കിൽ, ദെൻ വി ഹാവ് ടു സെർച്ച് എ ലൈബ്രറി. അത് നമ്മൾ എക്സ്റ്റേണലി പറഞ്ഞു കൊടുക്കും. ആ ലൈബ്രറിന്റെ പേരാണ് മൈലിബ്. മൈ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ഏതെങ്കിലും എക്സ്റ്റേണൽ റെഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പ്രോഗ്രാമർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ലൈബ്രറി സ്പേസ് മൈലിബ് എന്ന് പറയുന്നത്. മൈലിബ് ലൈബ്രറി നെയിമാണ്. ലൈബ്രറി എന്ന് പറയുന്നതാണ് നമ്മുടെ കീവേഡ്. ക്ലിയർ ആണോ? Provide an alternative option to specify a library. Clear? Pasna, Sishaji. Clear ആണ്? Then last one, no call. Last part, no call. stdev plot correl, correl. No plot, sorry, std plot correl. Hyphen ചെയ്ത. These routine help to analyze the data. Okay, these three routine can be loaded
and linked with the program. These three routine can be added or linked with the program. ഈ പ്ലോട്ട് ചെയ്യുക, കോറൽ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഡാറ്റേനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീൻസ് എന്തൊരു ഗ്രാഫിക്കലായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തെങ്കിലും ഒരു ഡാറ്റേനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇതുപോലുള്ള ഫങ്ഷൻസ് റൂട്ടീൻസ് യൂസ് ചെയ്യുന്നത്. വി ഹാവ് കീവേഡ് നോ കോൾ ആൻഡ് ഫങ്ഷൻ ഓർ പ്രോഗ്രാം സിമിലർ ടു പ്ലോട്ട് ചെയ്യാനുള്ളത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ലോഡർ ഓപ്ഷനുള്ളത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. എനിക്ക് അധികം റെസ്പോൺസ് ഒന്നും വേണ്ട. ഞാൻ ഈ ടൈമിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് അറ്റൻഡൻസ്. നന്ദിത ഒന്ന് റെസ്പോണ്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? നിവേദ്യ, നന്ദിത. ഈ ഒരു മൊമെന്റിൽ അറ്റൻഡൻസ് എടുക്കുകയാണ്. ഓക്കെ, നിവേദ്യ, താങ്ക് യു. നെക്സ്റ്റ് യു ഹാവ് ടു റൈറ്റ് നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ഡിഫറെന്റ് ലോഡർ ഡിസൈൻ ഓപ്ഷൻസ്. ഒന്നുകൂടി പറയാം, ലോഡർ ഓപ്ഷൻസ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. നൗ വി ആർ ഡിസ്കസിങ് ഡിഫറെന്റ് ലോഡർ ഡിസൈൻ ഓപ്ഷൻസ്. ഇത് രണ്ടും ക്വസ്റ്റ്യൻ വരും, മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, ലോഡർ ഓപ്ഷൻസ് ആൻഡ് ഒരു സെക്കൻഡ്, ഒരു കോൾ വരുന്നുണ്ട്. ലോഡർ ഓപ്ഷൻ ഓക്കെ, അതൊരു കോൾ വന്നാണ്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ലോഡർ ഡിസൈൻ ഓപ്ഷൻസ്. ക്ലിയർ സ്ക്രീൻ? Then you need to write first point ലിങ്കേജ് എഡിറ്റർ. ലിങ്കേജ് എഡിറ്റർ നമ്മൾ ഒരു ലോഡറിനെ ഡിസൈൻ ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, ലിങ്കേജ് എഡിറ്റർ ആൻഡ് ലിങ്കിങ് ലോഡർ. രണ്ടും ഡയഗ്രാം ആദ്യം കാണിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡയഗ്രാം നിങ്ങളൊന്ന് സൂം ചെയ്യാം. ഡയഗ്രാം ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പാർട്ടാണ് ഫസ്റ്റ് ഡയഗ്രാം. ഇതാണ് നമ്മുടെ ലിങ്കിങ് ലോഡർ. ലിങ്കിങ് ലോഡർ എന്ന് പറയുന്ന ആളാണിത്. ഇതാണ് ലിങ്കേജ് എഡിറ്റർ എന്ന് പറയുന്ന ആളാണ് ഇപ്പുറത്തുള്ളത്. സർക്കിൾ ഏതാണ്? ലിങ്കിങ് ലോഡർ. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒബ്ജക്ട് പ്രോഗ്രാം. ഈ ഡയഗ്രാം ഒന്ന് സൂം ചെയ്യാം. ദിസ് ഈസ് അവർ ഒബ്ജക്ട് പ്രോഗ്രാം. ലിങ്കിങ് ലോഡർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് ഒക്കെ ചെയ്ത് പാർട്ടിനെ അയാൾ തന്നെ നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടാക്കി മാറ്റുന്നു. ദെൻ ഇറ്റ് ഈസ് പ്ലേസിംഗ് ദോസ് ഒബ്ജക്ട് പ്രോഗ്രാം ഇൻ ടു മെമ്മറി. ലിങ്കിങ് ലോഡർ തന്നെയാണ് പെർഫോമിംഗ് ബോത്ത് ലിങ്കിങ് ആൻഡ് ലോഡിംഗ് ഓപ്പറേഷൻ നോൺ ആസ് ലിങ്കിങ് ലോഡർ. ക്ലിയർ ആണോ ഡയഗ്രാം? ഞാൻ സൂം ചെയ്യുന്നത് ചാറ്റ് ബോക്സിലിട്ടെ. ഫസ്റ്റ് ഡയഗ്രാം, സർക്കിൾ ചെയ്ത ഡയഗ്രാം ആണ് ലിങ്കിങ് ലോഡർ. Our object program in the top and linking loader performing linking operation from the library and placing the object code into memory. Clear alle Rasi? Then second option is linkage editor.
ഈ വലിയ ഡയഗ്രാം ആണ് ലിങ്കേജ് എഡിറ്റർ. ഹിയർ യു ക്യാൻ സി അവർ ഒബ്ജക്ട് പ്രോഗ്രാം ഇസ് ഹിയർ. വൺ ലിങ്കേജ് എഡിറ്റർ പാർട്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതെന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫെച്ചിങ് ഇൻഫോർമേഷൻ ഫ്രം ദി ലൈബ്രറി, റുട്ടീൻസ് ഫ്രം ദി ലൈബ്രറി ആൻഡ് കമ്പൈനിങ് ഇറ്റ് വിത്ത് അവർ ഒബ്ജക്ട് പ്രോഗ്രാം ആൻഡ് ക്രിയേറ്റിംഗ് എ ലിങ്ക്ഡ് പ്രോഗ്രാം. ഓൾറെഡി ഉണ്ടായിരുന്ന പ്രോഗ്രാമിനോടുകൂടി ലൈബ്രറി കണ്ടന്റ് കൂടി ആഡ് ചെയ്യുന്ന ഒരു വലിയ പ്രോഗ്രാമോ ലിങ്ക്ഡ് പ്രോഗ്രാമോ. ദെൻ എ റീലൊക്കേറ്റിംഗ് ലോഡർ, മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് എ റീലൊക്കേറ്റിംഗ് ലോഡർ. റീലൊക്കേറ്റിംഗ് ലോഡർ പ്ലേസിംഗ് ദി ഒബ്ജക്ട് പ്രോഗ്രാം ഇൻ ടു മെമ്മറി. ഇതാണ് ലിങ്കേജ് എഡിറ്റർ എന്ന് പറയുന്ന രണ്ടാമത്തെ ലോഡർ ഡിസൈൻ ഓപ്ഷൻ. വി ഹാവ് ടു ഡിസൈൻ ഓപ്ഷൻ, ലിങ്കിങ് ലോഡർ ആൻഡ് ലിങ്കേജ് എഡിറ്റർ. ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ലിങ്കേജ് എഡിറ്റർ. You have to write one side heading linkage editor. ഓക്കെ, ലിങ്കേജ് എഡിറ്ററിനെ കുറിച്ച് 2-3 പോയിന്റ് എഴുതുക. Linkage editor produces a linked version of the program. Which is written to a file later for execution. Linkage editor produces a linked version of the program which is written to a file or library for later execution. Next is a simple relocating loader load the program into memory. Relocating loader load the program into memory. ഇനി റീലൊക്കേറ്റിംഗ് ലോഡിന്റെ ആവശ്യം എന്താ? എന്തെങ്കിലും ഒബ്ജക്ട് കോഡ് മോഡിഫിക്കേഷൻ വേണം. സപ്പോസ് വി ആർ പ്ലേസിംഗ് അവർ ഒബ്ജക്ട് കോഡ് ഇൻ ടു എ ഡിഫറെന്റ് മെമ്മറി ലൊക്കേഷൻ. ഏതെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വേണ്ട സമയത്ത് മാത്രമാണ് നമുക്കൊരു റീലൊക്കേറ്റിംഗ് ലോഡർ ആയിട്ട് അത് ഫംഗ്ഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നോർമൽ ലോഡിംഗ് പെർഫോം ചെയ്താൽ മതി. അതാണ് പറയുന്നത് ദ ഒബ്ജക്ട് കോഡ് മോഡിഫിക്കേഷൻ നെസസറി ഈസ് ദി അഡീഷൻ ഓഫ് ആക്ച്വൽ ലോഡ് അഡ്രസ് to relative value within the program. When we require a modification, we are placing data from one location different from previous location. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ സെക്ഷന്റെ പുതിയ ലോഡ് അഡ്രസ്സും റിലേറ്റീവ് വാല്യൂയും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസിലേക്ക് പ്ലേസ് ചെയ്യണം. ദാറ്റ് ടാസ്ക് ഈസ് പെർഫോംഡ് ബൈ റീലൊക്കേറ്റിംഗ് ലോഡർ. Then last sentence, the linkage editor perform relocation of all control section relative to the start of the linked program. അത് നമ്മൾ ഓൾറെഡി പ്രീവിയസ്ലി കണ്ടതാണ്. സപ്പോസ് വി ആർ ഹാവിംഗ് ഇനീഷ്യൽ അഡ്രസ് വാസ് 0. Now we are placing our control section into 4000. So ഈ 4000നെ റിലേറ്റ് ചെയ്തിട്ട് we can have symbol values. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. This is the task performed by a linkage editor. One of the design option for loader. Clear ആണോ? Chat box റെസ്പോണ്ട് ചെയ്തേ. മൃദുൽ, നൂഹ, ഐശ്വര്യ, ആരോമൽ, അർപ്പിത്, ജെറീഷ്, ലിഖിത്, നാസിഫ് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അഭിനവ്, താങ്ക് യു. Okay, next we are discussing about linking loader. Dealing with the linking loader. Next line. Linking loader perform all linking and relocation operation. This is our linking loader. Linking loader perform both linking and relocation operation, including automatic library search.
Okay. Next, you have to write some loader option provided by linkage editor. Some loader option provided by linkage editor. Okay. Next line is the loader option provided by linkage editor. Next line is the we have some command. We have some command to prepare our object program for execution. We have some command to prepare our object program for execution. Okay. നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കമാൻഡ്സ് ഉണ്ട്. യു ഹാവ് ടു റൈറ്റ് ഫസ്റ്റ് വൺ. ഇതൊക്കെ നമുക്ക് ലിങ്കേജ് എഡിറ്ററിലുള്ള കമാൻഡാണ്. ഇൻക്ലൂഡ് കമാൻഡ്, വിച്ച് മീൻസ് വി ആർ ഇൻക്ലൂഡിങ് എ പ്രോഗ്രാം പ്ലാനർ ഫ്രം എ ലൈബ്രറി പ്രോഗ്രാം ലിബ്. Okay. Second one, our command delete. Delete a project means we are deleting a part of the program. Name is project. ഒരു control section ആയിരിക്കും അത്. We are deleting that control section using delete command. The next statement is again an include. Include project from new library, new lib. The next command is replace planner from program lib. Replace planner from program lib. Planner inside the bracket program library. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഒരു കമാൻഡ്സ് നമ്മൾ എന്തിനാ യൂസ് ചെയ്തതെന്ന് പറയാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഹിയർ വി ഹാവ് എ ഫംഗ്ഷൻ or command include. Include എന്താ ചെയ്യുന്നത്? ഇറ്റ്സ് ഇൻക്ലൂഡിങ് എ പ്രോഗ്രാം നെയിം പ്ലാനർ ഫ്രം ദി പ്രോഗ്രാം ലൈബ്രറി. ആ ലൈബ്രറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ദെൻ വി ആർ ഡിലീറ്റിംഗ് എ പ്രൊജക്ട്. ഒരു പ്രൊജക്ട്, അതിലൊരു കൺട്രോൾ സെക്ഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്കൊരു ഓപ്ഷൻ വരുവാണ്, നമുക്ക് അതിലും നല്ലതായിട്ടുള്ള ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് എന്താ പറയാ, ഈ ഒരു പ്രൊജക്റ്റിനെ നമ്മുടെ പ്ലാനറിന് നമ്മൾ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ന്യൂ ലിബിലെ പ്രൊജക്റ്റിനെ എന്ത് ചെയ്തു? ഇൻക്ലൂഡ്, നമ്മളെ പ്രോഗ്രാമിന്റെ പാർട്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. എന്നിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ഈ പ്ലാനറിലെ പ്രൊജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു? പ്രീവിയസ്ലി രണ്ടാമത് നമ്മൾ ലോഡ് ചെയ്ത പ്രൊജക്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇതാണ് ഇപ്പൊ നടന്ന കാര്യം. ഒന്നുകൂടി പറയാം. പ്രോഗ്രാമിലെ ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഈ കമാൻഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ പ്രോഗ്രാം ലൈബ്രറിയിൽ നിന്ന് നമ്മൾ പ്ലാനർ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഇൻക്ലൂഡ് ചെയ്തു. ദെൻ അതിലൊരു ലൈൻ ആയിരുന്നു, മീൻസ് ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു കോഡ് കൺട്രോൾ സെക്ഷൻ. അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ആ പ്ലേസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ന്യൂ ലിബ് എന്ന് പറയുന്ന ലൈബ്രറിയിൽ നിന്നും പുതിയൊരു പ്രൊജക്റ്റിനെ നമ്മൾ കൊണ്ടുവന്നു. ദെൻ വി ആർ റീപ്ലേസിങ് ഈ ഒരു പ്രൊജക്റ്റിനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? നമ്മൾ ന്യൂ ലിബ് എന്ന് കൊണ്ടുവന്ന പ്രൊജക്റ്റ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഈ ലൈൻസ് ഒന്ന് നോക്കാം. എന്നിട്ട് റോൾ ഓഫ് ഡിഫറെന്റ് കമാൻഡ്സ്, ലിങ്കേജ് എടുത്തല്ലേ ഡിഫറെന്റ് കമാൻഡ്സിന്റെ റോൾ ഒന്ന് മനസ്സിലാക്കുക. ഇത് ക്ലിയർ ആണെന്ന് നോക്കി. ഈ ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 ലൈൻസ് അവിടെ എഴുതിയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒന്ന് നോട്ട് ചെയ്യാം. ഇൻ ദിസ് എക്സാമ്പിൾ
In this example, program planner uses large number of subroutines. Program planner, this is our program. Program planner uses large number of subroutines. Suppose one subroutine project used by the program is changed with new version of project and assembled. Okay, അതിനുള്ള ലൈൻസ് ആണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത്. ക്ലിയർ ആണോ? ഇതൊന്ന് റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. ഒന്നുമില്ല, കുറച്ച് കമാൻഡ്സ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അത് അതുപോലെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് കമാൻഡ്സ് ഓർത്തിരുന്നാൽ മതി, വേറെ കാര്യമൊന്നുമില്ല അതിൽ. പ്രിൻസ്, റാസി, ഋഷികേഷ്, ഋഷു ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഈ ഒറ്റ ലൈൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിലീറ്റ് ഫ്രം എക്സിസ്റ്റിംഗ് പ്ലാനർ. എക്സിസ്റ്റിംഗ് പ്ലാനറിലെ പ്രൊജക്ട് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ആൻഡ് വി ആർ ഇൻക്ലൂഡിംഗ് ന്യൂ പ്രൊജക്ട് ഫ്രം ന്യൂ ലൈബ്രറി. ദെൻ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ എഴുതാം. ടിപ്പിക്കൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ലിങ്കേജ് എഡിറ്റർ ഇൻ ഫോർട്രാൻ. ടിപ്പിക്കൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ലിങ്കേജ് എഡിറ്റർ ഇൻ ഫോർട്രാൻ. ഫോർട്രാൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഫോർട്രാൻ. ഓക്കെ, പ്രൊവൈഡ് കമാൻഡ്സ് ടു ഇൻക്ലൂഡ് പ്രോഗ്രാം. അതായത് ഇതാണ് നമ്മുടെ ഫോർട്രാനിലെ കമാൻഡ്. ഇൻക്ലൂഡ് READR is our program name. Then FTN-LIB, Fortran library. We are including this program from Fortran library. ആ ഒരു രണ്ട് ലൈൻ അവിടെ എഴുതി വെക്കാം. ഇൻക്ലൂഡ് റൈറ്റർ ഫംഗ്ഷൻ ഫ്രം ഫോർട്രാൻ ലൈബ്രറി, ഇൻക്ലൂഡിംഗ് റീഡർ ഫംഗ്ഷൻ ഫ്രം ഫോർട്രാൻ ലൈബ്രറി. These are the different options provided by our linkage editor. ഫോർട്രാനിൽ ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യുന്ന കമാൻഡ് ആണത്. ക്ലിയർ ആണോ? ക്ലിയർ. സെവിൻ എന്താന്ന് റെസ്പോണ്ട് ചെയ്ത? സെവിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഓർക്കുക, we have different options. Design option to implement loader. First one linkage editor and second one linking loader. ഇതാണ് ഡയഗ്രാം. ഇതില് ലിങ്കിങ് ലോഡർ ആണെങ്കിൽ it perform both linking, library linking and loading operation. In the case of linkage editor, object program linked with library subroutines and producing a linked program, and it is loaded by a relocating loader into memory. ഈ ലിങ്കേജ് എഡിറ്ററിലുള്ള ഡിഫറെന്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. പ്രോഗ്രാമർക്ക് ഇൻ ലിങ്കേജ് എഡിറ്റർ ഇൻക്ലൂഡ് ഓപ്ഷൻസ്, ഡിലീറ്റ് ഓപ്ഷൻസ്. ദെൻ ഇൻ ഫോർട്രാനിൽ നമ്മൾ ലോഡർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, പ്രോഗ്രാം എഴുതി ലോഡിംഗ് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോർട്രാൻ കമാൻഡ് ഉണ്ട്. ഫ്രം ദി ഫോർട്രാൻ ലൈബ്രറി ഡാറ്റ റീഡ് ചെയ്യാൻ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ദെൻ റൈറ്റർ ഫംഗ്ഷൻ ഇൻക്ലൂഡിങ് യൂസിങ് ഇൻക്ലൂഡ് കമാൻഡ്. ഇംപ്ലിമെന്റേഷൻ ഇൻ ഫോർട്രാൻ ആണെന്ന് ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന് ചാറ്റ് ബോക്സ് റെസ്പോണ്ട് ചെയ്യാം. എന്താ റെസ്പോൺസ്?
കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ.